എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയിലെ മറ്റൊരു വിഭവമാണ് കാണിക്കുന്നത്, അവിയൽ. അപ്പോൾ നമ്മളിത് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഉള്ളിയോ ജീരകമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള അവിയൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചക്കറികളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കുമ്പളങ്ങയുടെ പകുതി ഭാഗം കഷ്ണങ്ങളാക്കി നുറുക്കി അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10-15 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മുരിങ്ങാക്കോല് ചേർക്കാം. അപ്പോൾ പച്ചക്കറികളുടെയൊക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറികൾ ഇഷ്ടമാണോ അതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ചില സൈഡിലേക്ക് ഇങ്ങനെ പാവയ്ക്കൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ നമ്മുടെ അവിടേക്കൊന്നും പാവയ്ക്കൊന്നും ചേർക്കാറില്ല. പിന്നെ ബീട്രൂട്ട് അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ എടുക്കാറ് ആ പച്ചക്കറികളൊക്കെ എടുക്കുക. അപ്പോൾ ഞാനത് കട്ട് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും പച്ചക്കറികൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികളിൽ ചിലപ്പോൾ വല്ല വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു മിനിമം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ വളരെ തിന്നായിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പച്ചക്കറികളുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ വേവൊക്കെ കേട്ടോ. നമുക്ക് നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ അതവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല എരിവുള്ള ഒരു 5 പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് കട്ടത്തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ തൈരിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വരും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാം പാകത്തിനുണ്ട്, ഞാൻ വേറെ ചേർക്കുന്നില്ല. അപ്പോൾ അതവിടെ നമ്മൾ ചേർത്ത തൈരിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 കൈപ്പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അവിയലിൻ്റെ സ്വാദും കൂടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് നമ്മളിത് എല്ലാവരും ചേർത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ അവിയലിന്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്